ഇത് എൻ്റെ യാത്രയുടെ ഒരു തുടക്കം മാത്രമല്ല, ഒരു പുറപ്പാട് കൂടെയാണ്. ഞാൻ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? ഇത് എൻ്റെ ജോലിയുടെ ഭാഗവും എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവുമായി മാറിയ മോർണിംഗിലത്തെ ഒരു നടത്തമാണ്. ഞാനൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് എല്ലാ ദിവസവും മോർണിംഗ് 7 മണിക്ക് എനിക്കൊരു ട്രക്കിംഗ് ഉണ്ടാവും. ഗസ്റ്റൊക്കെയായി ഞാൻ ടീ പ്ലാന്റേഷനും കാർഡമം പ്ലാന്റേഷനും വിസിറ്റ് ചെയ്യാൻ പോകും. ഈ കാണുന്നത് കാർഡമം പ്ലാന്റേഷൻ അഥവാ ഏലത്തോട്ടമാണ്. ഇതിനുള്ളിലായിട്ട് വലിയ കൂറ്റൻ മരങ്ങളും പക്ഷികളും പക്ഷികളുടെ നല്ല സൗണ്ടും അതുപോലെ ചെറിയ മൃഗങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനുള്ളിലൂടെ പോയി ഈ കാണുന്ന ടീ പ്ലാന്റേഷനിൽ ഞങ്ങൾ എത്തിപ്പെടും. ഈ കാണുന്നത് ആകാശം താഴെ ഇറങ്ങി വന്നതും സ്വർഗം ഭൂമിയിലുള്ളതും ഒന്നുമല്ല. ഇത് പള്ളിവാസൽ ഏരിയയിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന രാവിലത്തെ ഒരു കാഴ്ചയാണ്. ഇത് എല്ലാ ദിവസവും ഞാൻ കാണുമെങ്കിലും ഇതെനിക്കിതുവരെ ഒരു കൗതുകമല്ലാതായി മാറിയിട്ടില്ല. ഇന്നത്തെ എൻ്റെ വിഷയം ഇതല്ല കേട്ടോ. നിങ്ങൾ മൂന്നാറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേണിനും ബഡ്ജറ്റിനും ഒക്കെ അനുസരിച്ച് ഒരു റിസോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ കൂടെ കൂടിക്കോളൂ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്തരമൊരു റിസോർട്ടാണ്. വൈകുന്നേരത്തെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, വൈകുന്നേരം നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയാലോ എന്ന്. കേൾക്കേണ്ട താമസം അവൾ എന്നെക്കാളിലും മുമ്പ് തന്നെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ നടന്നപ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഒരു റിസോർട്ട് കണ്ടു. എങ്കിൽ ചുമ്മാ അവിടെ വരെയും പോകാമെന്ന് ഞങ്ങളും. ഈ കാണുന്നതാണ് ആ റിസോർട്ട്. ഞങ്ങൾ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമല്ലോ എന്ന് കരുതി പോയതാണ്. ഇതവിടുത്തെ ചെറിയ ലോബിയാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് റൂംസ് ഓപ്പൺ ചെയ്ത് തരുമോ, ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അവർ ഓക്കെ പറഞ്ഞു. ഈ കാണുന്ന ഒരു റൂമാണ്. അത്യാവശ്യം 5 സ്റ്റാർ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് വരരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. സോ അതിൻ്റെ റൂം സൈസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. റൂം ഇത്രയേ ഉള്ളെന്നുണ്ടെങ്കിലും അവരത് വലിയ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ചെയ്യുന്നത് എന്താണെന്നല്ലേ, ഇവിടെ ചെയ്യുന്നത് നമ്മളൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു റൂമിലേക്ക് കയറുമ്പം അത് നീറ്റാണോ ക്ലീനാണോ, അതിൻ്റെ കബോർഡ് ഉള്ളിലൊക്കെ നല്ലതാണോ എന്നൊക്കെ നോക്കുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ കേർട്ടനൊക്കെ മാറ്റി അവിടുത്തെ ബാൽക്കണി ഓപ്പൺ ചെയ്യുകയാണ്. ഈ കാണുന്നത് അവിടുത്തെ ബാൽക്കണി വ്യൂ ആണ്. ഞാൻ എന്നും രാവിലെ ട്രക്കിങ്ങിന് വരുന്നത് ഇതിൻ്റെ താഴെയൂടെയുള്ള വഴിയിലൂടെയാണ്. പക്ഷേ ഈ റിസോർട്ട് ഇതുവരെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഏത് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലും ഈ 180 ഡിഗ്രി വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ആ ദൂരെ കാണുന്നത് പള്ളിവാസൽ ഏരിയയും പിന്നെ ഈ സൈഡിലായിട്ടുള്ളത് ചൊക്രമുടി പീക്കുമാണ്. നിങ്ങൾ പൂളും അതുപോലെ റെസ്റ്റോറൻറ്റും ക്യാമ്പ് ഫയറും ഒക്കെ അന്വേഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇത് മറ്റൊരു റൂമാണ്. ഇവിടെ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. ട്വിൻ ബെഡ് എന്ന് പറയാൻ പറ്റില്ല, ഇത് കിങ് സൈസിലുള്ള 2 ബെഡ് തന്നെയാണ്. ഒരു 6 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബെഡാണ്. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയെന്ന് പറഞ്ഞാലും അവിടെയും നമുക്ക് ഈ ഒരു വ്യൂ തന്നെയാണ് കാണാനായിട്ട് പറ്റുക. അതായത് ഈ റൂംസിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും ഇതേ സെയിം വ്യൂസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. മൂന്നാറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പേരുടെ കൺസേൺ ആണ് ഒരു പൂളുള്ള റിസോർട്ട്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ. അങ്ങനെ തിരയുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും. ഈ കാണുന്നത് അവിടുത്തെ ഇൻഫിനിറ്റി പൂളാണ്. ടെമ്പറേച്ചർ കൺട്രോൾ അല്ല, പൂളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയും അതിമനോഹരമാണ്. വൈകുന്നേരം ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് അവർ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതവിടുത്തെ റെസ്റ്റോറൻറ്റിലെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിലും കൺസേണിനും അനുസരിച്ചുള്ള റിസോർട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ കൂടെ കൂടിക്കോളൂ. പുതിയ വീഡിയോസിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.